നമസ്കാരം. ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇമേജ് പ്രോസസർ എന്ന ഒരു ഫീച്ചറാണ്. എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഫോട്ടോഷോപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിൽ ഫയലിൽ പോകുന്നു. ഫയൽ, സ്ക്രിപ്റ്റ്സ്, ഇമേജ് പ്രോസസർ. ഇതാണ് നമ്മൾ ഈ അധ്യായത്തിൽ പരിശോധിക്കുന്നത്. സാധാരണയായി ഒരേ കമാൻഡ് പല ഫോട്ടോസിൽ ഒരേ സമയം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരേ കമാൻഡ് ഉപയോഗിച്ച് ഒന്നുകിൽ ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻവാസ് സൈസ് റെഡ്യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ കളർ കറക്ഷൻ ഒക്കെ ചെയ്യാം, അതല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അങ്ങനെ 100, 200, 500 ഇമേജസിനെ ഒരേ സമയം ഒറ്റ കമാൻഡിൽ നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഫോർമാറ്റിൽ ഒരു സെപ്പറേറ്റ് ഫോൾഡറിലേക്ക് സേവ് ചെയ്ത് എടുക്കുന്നതിനാണ് ഫോട്ടോഷോപ്പിൽ ഇമേജ് പ്രോസസർ ഉപയോഗിക്കുന്നത്. ഇത് ചെയ്യുന്നതിനായി ഫോട്ടോഷോപ്പിൽ ഒരു എക്സ്പേർട്ട് ആവണമെന്നൊന്നുമില്ല, സാധാരണക്കാർക്ക് വരെ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. സാധാരണയായി നമ്മൾ ഡിജിറ്റൽ SLR ക്യാമറയും മറ്റും ഇപ്പോൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ മൊബൈൽ ഫോണിലും ധാരാളം ഹൈ റെസൊല്യൂഷൻ പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും മറ്റും ഓൺലൈൻ ആൽബം ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് സൈസ് വളരെ വലുതായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പടങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല, ഒരേ ആൽബത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതല്ല. അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് താമസം വരുന്നുണ്ട്, വളരെയേറെ സമയമെടുക്കുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വ്യൂ ചെയ്യുന്നവർക്കും ഒക്കെ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ അത് കാണാതിരിക്കാനും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യും. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഹൈ റെസൊല്യൂഷൻ ഫോട്ടോസിന്റെ ഇമേജ് സൈസ് കുറച്ചുകൊണ്ട് അതിനെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് സോഷ്യൽ മീഡിയ സൈറ്റുകളിലും മറ്റും അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ആയി ഇമെയിൽ ചെയ്യുന്നതിനും മറ്റും ഉപയോഗിക്കുന്നത് എങ്ങനെ? അതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇമേജ് സൈസ് ഒരു സിംഗിൾ കമാൻഡിൽ അനേകം ഫോട്ടോസ്, 100, 200, 300 ഫോട്ടോഷോപ്പിന് ഓപ്പൺ ചെയ്യാവുന്നത്ര ഫോട്ടോസ് ഒരേ സമയം എങ്ങനെ നമുക്ക് ഇമേജ് സൈസ് കുറച്ച് ഒരു JPEG ഫയലായി സേവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇവിടെ ഞാൻ ഈ കുട്ടിയുടെ പടങ്ങൾ കുറെ എടുത്തിട്ടുണ്ട്. ഇത് ഹൈ റെസൊല്യൂഷൻ പടങ്ങളാണ്. ഇതിന്റെ ഇമേജ് സൈസ് നമുക്കൊന്ന് നോക്കാം. മെനുവിൽ പോകുന്നു, ഇമേജ് സൈസ്. അവിടെ നമുക്ക് കാണാവുന്നതാണ് അതിന്റെ ഇമേജ് സൈസ്. 7 സെന്റിമീറ്റർ വിഡ്ത്തും 10 സെന്റിമീറ്റർ ഹൈറ്റും 300 റെസൊല്യൂഷനുമാണ് ഉള്ളത്. എനിക്ക് ഇതിന്റെ സൈസ് കുറച്ചിട്ട് ഒരു ഓൺലൈൻ ആൽബം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇമേജ് സൈസ് കുറച്ചുകൊണ്ട്. ഈ ഫോട്ടോസ് എല്ലാം ഒരേ സൈസ് അല്ല, പലതും പല സൈസാണ്. ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം. ഓൾട്ട് കമാൻഡ് I ആണ്, അല്ലെങ്കിൽ ഓൾട്ട് കൺട്രോൾ I ആണ് അതിനുള്ള ഷോർട്ട് കട്ട് ഇമേജ് സൈസ് നോക്കുന്നതിന് വേണ്ടി. ഇത് 12 സെന്റിമീറ്റർ 19 സെന്റിമീറ്റർ ഉള്ള ഒരു പിക്ചറാണ്. ബൈ ദ വേ, ഈ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്. അബുദാബിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. നല്ലൊരു മോഡലാണ്, മിടുക്കി കുട്ടിയാണ്. നമുക്ക് മറ്റു പടങ്ങളും ഒന്ന് പരിശോധിക്കാം. പല സൈസിലുള്ള പടങ്ങളാണ് ഇതെല്ലാം. ഇത് നല്ല ക്വാളിറ്റിയുള്ള പടങ്ങളാണ് എല്ലാം. പക്ഷേ ഇതിനെ ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒറ്റ കമാൻഡിൽ. ഇനി മറ്റു കുറേ പടങ്ങളുണ്ട്, ഞാൻ അതും ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ തൽക്കാലം എല്ലാം ക്ലോസ് ചെയ്യുകയാണ്. കൺട്രോൾ W അല്ലെങ്കിൽ കമാൻഡ് W ആണ് അതിനുള്ള ഷോർട്ട് കട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാലും ഇത് ചെയ്യാവുന്നതാണ്, ക്ലോസ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ കൺട്രോൾ W ഉപയോഗിച്ച് ഓരോന്നായിട്ട് ക്ലോസ് ചെയ്യുകയാണ്. ഫോട്ടോഷോപ്പിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇനി മറ്റു കുറച്ച് പടങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇമേജ് പ്രോസസർ ഫ്രം ഫോൺ, അതിൽ നിന്ന് കുറേ പടങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു സിറ്റിസ്കേപ്പിന്റെ കുറേ പിക്ചേഴ്സാണ്, മൊബൈൽ ഫോണിൽ എടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഇമേജ് സൈസസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഞാൻ ഇമേജിൽ പോകുന്നു, ഇമേജ് സൈസ്. അത് വളരെ വലിയ ഒരു പിക്ചറാണ്, പക്ഷേ റെസൊല്യൂഷൻ 72 മാത്രമേ ഉള്ളൂ. 115 സെന്റിമീറ്റർ വിഡ്ത്ത് ഉണ്ട്, 86 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. 1 മീറ്ററിന് മേലെ വിഡ്ത്തും ഏതാണ്ട് 1 മീറ്ററോളം ഹൈറ്റും ഉള്ള ഒരു ഇമേജാണിത്. റെസൊല്യൂഷൻ 72 ആണുള്ളത്. ഇത്തരം ഇമേജുകളെ എങ്ങനെ സൈസ് കുറച്ച് ഒറ്റ കമാൻഡിൽ മറ്റൊരു ഫോൾഡറിൽ സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാണ് നമ്മൾ ഇമേജ് പ്രോസസർ ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടെ ഫോട്ടോസ് ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മൾക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നു. ഫയൽ, സ്ക്രിപ്റ്റ്സ്, ഇമേജ് പ്രോസസർ. ആദ്യമായി ലക്ഷ്മിയുടെ പിക്ചേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ ഇമേജ് പ്രോസസറിൽ ഇൻക്ലൂഡ് ഓൾ സബ് ഫോൾഡേഴ്സ്, അത് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. തൽക്കാലം ഞാനത് നോക്കുന്നില്ല, കാരണം സബ് ഫോൾഡേഴ്സ് അതിലില്ല. സെലക്ട് എ ഫോൾഡർ, അതാണ് എനിക്ക് ആവശ്യം. ഞാൻ ആ ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ട്യൂട്ടോറിയൽസ്, ഫോട്ടോഷോപ്പ്, ലക്ഷ്മി ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്.
ഇനി ഓപ്പൺ ഫസ്റ്റ് ഇമേജ് ടു അപ്ലൈ സെറ്റിംഗ്സ്, അതിന്റെയും ആവശ്യമില്ല എനിക്ക് തൽക്കാലം. ഇനി അതിനുശേഷം സെലക്ട് ലൊക്കേഷൻ ടു സേവ് പ്രോസസ്ഡ് ഇമേജസ്. ഇവിടെ സേവ് ഇൻ സെയിം ലൊക്കേഷൻ, അതാണ് എനിക്ക് ആവശ്യം. മറ്റൊരു ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നു, സെലക്ട് ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അത് ഞാൻ തൽക്കാലം സേവ് ഇൻ സെയിം ലൊക്കേഷനിൽ തന്നെയാണ്. കാരണം ഇത് മറ്റൊരു ജെപെഗ് ഫോൾഡറായിട്ട് അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത് അതിനുവേണ്ടി മാത്രം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയും അതിൽ സേവ് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഒറിജിനൽ ഫയൽസ് അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് ഫയൽ ടൈപ്പ് സേവ് ആസ് ജെപെഗ്. ഞാൻ തൽക്കാലം ജെപെഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സേവ് ആസ് PSD ഉണ്ട്, സേവ് ആസ് ടിഫ് ഉണ്ട്. നമുക്ക് ഇത്രയും ഫോർമാറ്റിൽ ഒരേ സമയം നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. കൺവേർട്ട് പ്രൊഫൈൽ ടു RGB, ഓക്കെ, അത് കിടക്കട്ടെ, കുഴപ്പമില്ല. ഇവിടെ റീസൈസ് ടു ഫിറ്റ്, അതാണ് ഞാൻ നോക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ആ പടത്തിന്റെ പിക്സൽ എത്രയാണെന്നൊന്ന് നോക്കാം. ഒരു പടം ഓപ്പൺ ചെയ്യുന്നു. ലക്ഷ്മി ഒരു പടം ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഇമേജ് സൈസ് വീണ്ടും ഞാൻ നോക്കുന്നു. അതിന്റെ പിക്സൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിക്സൽ സൈസ് ഇവിടെ 1500 പിക്സൽ, 2304 പിക്സൽ ആണ് കിടക്കുന്നത്. ഞാൻ ഇതിനെ നേർ പകുതിയാക്കുകയാണ്. അതായത് 1500 എന്നുള്ളത് വിഡ്ത്ത് ഒരു 750 ആക്കുകയാണ്. 750 നേർ പകുതിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഹൈറ്റും അതോടൊപ്പം കുറഞ്ഞിരിക്കുകയാണ്, 1152 ആയിരിക്കുകയാണ്. ഓക്കെ, എനിക്കത് മതി. അതായത് 750 പിക്സൽസ് ആണ് ഇതിന്റെ വിഡ്ത്ത് എടുക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. വീണ്ടും ഫയൽ സ്ക്രിപ്റ്റ്സ് ഇമേജ് പ്രോസസറിൽ പോകുന്നു, സെലക്ട് ചെയ്യുന്നു ലക്ഷ്മി. അതിനുശേഷം സേവ് ഇൻ സെയിം ലൊക്കേഷൻ കൊടുക്കുന്നു. ഇവിടെ റീസൈസ് ടു ഫിറ്റ്, അതായത് ഞാനിവിടെ 750 വിഡ്ത്ത് കൊടുക്കുന്നു. 750 ഹൈറ്റും ഞാൻ 750 തന്നെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. വിഡ്ത്തിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് മാത്രമായിരിക്കും ഫോട്ടോഷോപ്പ് ഇതിനെ റെഡ്യൂസ് ചെയ്ത് സേവ് ചെയ്യുന്നത്. ഏതാണോ കൂടുതൽ വിഡ്ത്ത് അതായിരിക്കും 750ലേക്ക് ഇത് കുറയ്ക്കുന്നത്. അതുകൊണ്ട് വിഡ്ത്ത് 750 ആണെങ്കിൽ ഹൈറ്റ് അതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ റെഡ്യൂസ് ആവുന്നതായിരിക്കും. അല്ലാതെ ഇത് 750 പിക്സൽ ഇൻറ്റു 750 പിക്സലിലേക്ക് ഫിറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ റൺ കൊടുക്കുകയാണ്. ഇതാ അതിലുള്ള പടങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുന്നു. ഇമേജ് സൈസ് കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഇവിടെ അത് തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇനി ആ ഫോൾഡറിൽ ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഇമേജ് പ്രോസസർ എടുക്കുന്നു. ലക്ഷ്മി, ഇതാ ഒരു ജെപെഗ് ഫോൾഡർ അതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലുള്ള പടങ്ങളാണ് ഈ കാണുന്നത്. ഇതാ 52 KB ആണ് ഇതിന്റെ സൈസ്. ഇത് നമുക്കൊന്ന് ഫോട്ടോഷോപ്പിൽ വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ ഇതിന്റെ പ്രിവ്യൂ നമുക്കൊന്ന് നോക്കാം. ഇനി അതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം, ഓരോ ഫയലിന്റെയും സൈസ്. ഉദാഹരണത്തിന് ഞാൻ ഈ പടം സെലക്ട് ചെയ്യുന്നു, 77.2 KB. അതിന്റെ ഒറിജിനൽ പിക്ചറിന്റെ സൈസ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ലക്ഷ്മി 826 KB ആണ് അതുള്ളത്. അത് നമ്മൾ റെഡ്യൂസ് ചെയ്തപ്പോൾ അത് 72 KB ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ 100 150 പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സൈസ് എത്രമാത്രം റെഡ്യൂസ് ആവുന്നതായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായി ഞാൻ ഓപ്പൺ ചെയ്യുന്നത് സിറ്റിസ്കേപ്പിന്റെ ചിത്രങ്ങളാണ്. ഓപ്പൺ ഇമേജ് പ്രോസസർ ഫ്രം ഫോൺ. ഒരു ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിന്റെ സൈസ് ഒന്ന് നോക്കുകയാണ്. 3264 പിക്സൽസ് ആണ് അതിനുള്ളത്. ഇത് നേർപകുതിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇതിന്റെ റെസൊല്യൂഷൻ കുറവാണ്. അതുകൊണ്ട് ഇതിന് ഞാനൊരു 2000 പിക്സൽസിലേക്ക് റെഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഫയൽ സ്ക്രിപ്റ്റ്സ് ഇമേജ് പ്രോസസർ, അതിൽ ഫോൾഡർ സെലക്ട് ചെയ്യുകയാണ്. ഫ്രം ഫോൺ. ഓക്കെ, സേവ് ഇൻ സെയിം ലൊക്കേഷൻ, അതങ്ങനെ തന്നെ കിടക്കുന്നു. ഞാനിവിടെ സേവ് ആസ് ജെപെഗ്, ഓക്കെ, ഒരു 2000 പിക്സൽസ് ആക്കുന്നു. ഇവിടെയും 2000 ആക്കുന്നു. ഇനി റൺ കൊടുക്കുകയാണ്. ഇതാ ആ ഇമേജസ് എല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. എല്ലാം ഓപ്പൺ ചെയ്ത് അതിന്റെ ഇമേജ് സൈസ് 2000 പിക്സൽസിലേക്ക് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് കൂടുതൽ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈസിനെ
2000 പിക്സൽസിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. കൂടുതൽ 200-300 പടങ്ങളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. അപ്പോഴേക്കും അത് ഫോട്ടോഷോപ്പ് അതിൻ്റെ ജോലി തീർത്ത് വെക്കുന്നതായിരിക്കും. ഇവിടെ ഈ ഫോൾഡറിൽ കുറച്ച് കൂടുതൽ ഇമേജസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. എനിവേ, നമ്മൾക്ക് എന്തായാലും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, വെറുതെ നോക്കിയിരിക്കാം. ഇതാ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഫോൾഡറിൽ പോയി അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഫ്രം ഫോൺ, ജെപെഗ്. നമുക്ക് ആദ്യത്തെ പടം നോക്കാം. ആദ്യത്തെ പടത്തിന്റെ സൈസ്, അതായത് ഒറിജിനൽ ഇമേജിന്റെ സൈസ് 2.41 MB ആണ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി അത് തന്നെ അതിന്റെ റെഡ്യൂസ് ചെയ്ത സൈസ് നമുക്ക് നോക്കാം. ഇതാ 258 KB ആണ് അതിന്റെ സൈസ്. നമുക്ക് അതിന്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇതാ റീസണബിൾ ആയിട്ടുള്ള ഒരു സൈസിലാണ് അത് കിട്ടിയിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ വിത്ത് ഫോട്ടോഷോപ്പ്. ഇതാണ് അതിന്റെ 100% സൈസ്. ഇങ്ങനെയാണ് ഫോട്ടോഷോപ്പിൽ ഇമേജ് പ്രോസസ്സർ ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗം. അതായത് നമ്മൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലായി ആവശ്യപ്പെടുന്ന ഒരു ഫീച്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചത്. കൂടുതൽ വീഡിയോ ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.